ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തച്ഛിക്കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാനുള്ള സമയമായി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇന്ന് ഏത് കഥയായിരിക്കും പറയുന്നത്. ഇന്ന് ഞാനൊരു ചൈനീസ് നാടോടിക്കഥയാണ് പറയാൻ പോകുന്നത്. ചൈനീസ് നാടോടിക്കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ചൈനീസ് നാടോടിക്കഥ. ഇത് നല്ലൊരു കഥയാണ്. കേട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പോൾ നമുക്ക് കഥ എന്താണെന്ന് കേൾക്കാം. കഥ ഇങ്ങനെയാണ്. ചൈനയിലെ മുഡാൻ നദിക്കരയിലാണ് മിങ് എന്നൊരു മരം വെട്ടുകാരൻ ജീവിച്ചിരുന്നത്. കഠിനാധ്വാനിയായ മിങ് എന്നും രാവിലെ കോടാലിയുമായി വനത്തിലേക്ക് പോകും. ഗ്രാമത്തിലെ ആളുകൾക്ക് ആവശ്യമായ വിറക് എത്തിച്ചു കൊടുത്തിരുന്നത് മിങ് ആയിരുന്നു. ഒരു ദിവസം മിങ് ജോലി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ വഴിയിൽ ഒരു പ്രത്യേക കാഴ്ച കണ്ടു. ഒരു കുന്നിൻ മുകളിൽ ഒരു ആമ ഇരിക്കുന്നു. ആ ആമയ്ക്ക് സ്വർണ്ണ നിറമായിരുന്നു. മിങ് അതിനെ എടുത്ത് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന കണ്ണാടി ഭരണിയിൽ വെള്ളമൊഴിച്ച് അതിൽ സ്വർണ്ണ ആമയെ ഇട്ടു. അടുത്ത ദിവസം മിങ്ങിന് കൂടുതൽ ജോലിയുണ്ടായിരുന്നു. അവൻ ക്ഷീണിച്ചാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. ഇനി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് അവൻ വീട്ടിലേക്ക് കയറിയത്. എന്നാൽ മേശപ്പുറത്ത് ആവി പറക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മിങ്ങിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവന് അത്ഭുതം തോന്നി. ഇതെങ്ങനെ ഇവിടെ വന്നു? കൊതി സഹിക്കാനാവാതെ മിങ് മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാതെ മേശമേലിരുന്ന ആഹാരങ്ങൾ അകത്താക്കി ഏമ്പക്കം വിട്ടു. അടുത്ത ദിവസങ്ങളിലും ഈ അത്ഭുതം ആവർത്തിച്ചു. ഇത്തരം സ്വാദിഷ്ടമായ ആഹാരം താൻ വരുന്ന നേരത്ത് ഉണ്ടാക്കി വെക്കുന്നത് ആരാണെന്നറിയാൻ മിങ്ങിനെ തിടുക്കമായി. ഇതിലെന്തോ രഹസ്യമുണ്ടെന്ന് അവൻ ഉറപ്പായി. ആ രഹസ്യം കണ്ടുപിടിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. അടുത്ത ദിവസം മിങ് വിറക് വെട്ടാൻ കാട്ടിൽ പോകാതെ വീടിന് സമീപം ഒളിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് അടുക്കളയിൽ പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേട്ട് മിങ് പതുങ്ങി പതുങ്ങി അങ്ങോട്ട് ചെന്നു. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു സുന്ദരിയെ അവൻ കണ്ടു. കാൽപെരുമാറ്റം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കളി വെളിച്ചത്തായി എന്ന് അവൾക്കുറപ്പായി. നീ ആരാണ്? എങ്ങനെ ഇവിടെ വന്നു? നീയാണോ എന്നും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നത്? മിങ് ചോദിച്ചു. അതെ, ഞാൻ തന്നെയാണ്. ഞാനൊരു രാജകുമാരിയാണ്. പേര് ഹുയാൻ. ശാപം മൂലം ആമയായി തീർന്നതാണ്. ആ സുന്ദരിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ആമയോ? അപ്പോൾ ഭരണിയിൽ കിടന്ന സ്വർണ്ണ ആമ നീയാണല്ലേ? ഡിങ്ങിൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ അവൻ ആദ്യമായി കാണുകയായിരുന്നു. താനൊരു മരം വെട്ടുകാരനാണെന്ന കാര്യം അവൻ മറന്നു. അവൻ അവളോട് വിവാഹ അഭ്യർത്ഥന നടത്തി. ഹുയാൻ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയ ശേഷം ചിരിച്ചു. തീർച്ചയായും അങ്ങാണ് എനിക്ക് ശാപമോക്ഷം നൽകിയത്. നല്ലവനായ അങ്ങേക്കാൾ യോഗ്യനായ ഒരാളെ എനിക്കിനി കിട്ടില്ല. അങ്ങനെ ശാപമോക്ഷം ലഭിച്ച ഹുയാനെ മിങ് വിവാഹം കഴിച്ചു. അവരങ്ങനെ സന്തോഷമായി കഴിഞ്ഞു വരികയായിരുന്നു. ഈ കാലയളവിൽ ഒരു ദിവസം ആ രാജ്യത്തെ രാജാവ് ആ വഴി വന്നു. മിങ്ങിൻ്റെ വീടിൻ്റെ മുൻപിലെത്തിയപ്പോൾ രാജാവ് കുതിരയെ നിർത്തി ചെവിയോർത്തു. മനോഹരമായ ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെ കാതിൽ വന്നലച്ചു. ആരാണ് ഇത്ര മനോഹരമായി പാടുന്നത്? അദ്ദേഹം ചിന്തിച്ചു. ഈ സമയം വീടിന് പുറത്തു വന്ന മിങ് രാജാവിനെ കണ്ട് ഓടി വന്ന് വന്ദിച്ചു. ആരാണ് നിന്റെ വീട്ടിലിരുന്ന് പാടുന്നത്? രാജാവ് ചോദിച്ചു. പ്രഭു, അടിയന്റെ ഭാര്യയാണ് പാടുന്നത്. പാട്ട് വളരെ നന്നായിരിക്കുന്നു. ഈ സ്വർണ്ണ നാണയം അവൾക്ക് സമ്മാനമായി കൊടുക്കൂ. മാത്രമല്ല, നാളെ നീ അവളെയും കൂട്ടി കൊട്ടാരത്തിൽ വരണം. രാജാവിൻ്റെ ശബ്ദം ഉയർന്നു. സ്വർണ്ണ നാണയം കൊടുത്ത ശേഷം രാജാവ് കുതിരയെ ഓടിച്ചുപോയി. മിങ് വിഷമത്തോടെ തിരികെ വരുന്നത് കണ്ട് തോർമയ്ക്ക് ജിജ്ഞാസയായി. അയാളൊരു മഹാദുഷ്ടനാണ് ഹുയാൻ. നിന്നെ നേരിൽ കണ്ടാൽ അയാൾ എന്നെ വധിച്ചു കളയും. മിങ്ങിന് പേടിയായി തുടങ്ങി. അങ്ങ് ഭയപ്പെടണ്ട, ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിരിക്കെ. ഹുയാൻ മിങ്ങിനെ സമാധാനിപ്പിച്ചു. അടുത്ത ദിവസം മിങ് തോർമയും കൂട്ടി രാജകൊട്ടാരത്തിലെത്തി. ഹുയാന്റെ പാട്ടിനെപ്പറ്റി രാജാവ് ധാരാളം പുകഴ്ത്തി സംസാരിച്ചു. കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്ത് അവരെ യാത്രയാക്കി. തിരികെ വരുന്ന വഴി ഹുയാൻ മിങ്ങിനോട് പറഞ്ഞു, ഇപ്പോൾ വിശ്വാസമായില്ലേ രാജാവ് ഒന്നും ചെയ്യില്ലെന്ന്? മിങ് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല.
അയാൾക്ക് അറിയാമായിരുന്നു രാജാവ് ഒരു ദുഷ്ടനാണെന്ന്. അടുത്ത ദിവസം കൊട്ടാരത്തിൽ നിന്നും പടയാളികൾ മിങ്ങിൻ്റെ വീട്ടിലെത്തി രാജാവിൻ്റെ കൽപ്പന കൈമാറി. നാളെ മഹാരാജാവ് നിന്റെ വീട് സന്ദർശിക്കുന്നതാണ്. നീ ചാരം കൊണ്ടൊരു കയറുണ്ടാക്കി മഹാരാജാവിന് സമർപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിന്നെ തുറങ്കിലടയ്ക്കുമെന്ന് മഹാരാജാവ് കൽപ്പിക്കുന്നു. ഹുയാനും മിങ്ങും ഞെട്ടിപ്പോയി. മിങ് പറഞ്ഞതുപോലെ രാജാവ് ദുഷ്ടനാണെന്ന് ഹുയാന് ഉറപ്പായി. എങ്കിലും അവൾ പേടിച്ചില്ല. അവൾ മിങ്ങിനെ ആശ്വസിപ്പിച്ചു. ഹുയാൻ വൈക്കോൽ പിരിച്ച് കയറുണ്ടാക്കി. എന്നിട്ട് കയർ നിലത്തിട്ട് കത്തിച്ചു. വൈക്കോലിൻ്റെ ചാരം കയർ രൂപത്തിൽ നിലത്ത് കിടന്നു. ഹുയാന്റെ ബുദ്ധിസാമർഥ്യം കണ്ട് മിങ് അത്ഭുതപ്പെട്ടു. അവൾ ശരിക്കും രാജകുമാരിയാണെന്ന് അവന് മനസ്സിലായി. അടുത്ത ദിവസം രാജാവ് മിങ്ങിൻ്റെ വീട്ടിലെത്തി. വൈക്കോൽ കത്തിച്ച ചാരം കൊണ്ട് ഉണ്ടാക്കിയ കയർ ഡിങ് രാജാവിന് കാണിച്ചു കൊടുത്തു. ബുദ്ധി കൊണ്ട് മിങ്ങിനെ തോൽപ്പിക്കുക ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ രാജാവ് ദേഷ്യത്തോടെ അലറി, രണ്ടിനെയും വേഗം പിടിച്ചു കെട്ടി കൊട്ടാരത്തിലെത്തിക്ക്. ഇത് കേട്ട മാത്രയിൽ ഹുയാനും മിങ്ങും പുറത്തേക്ക് ഓടി. തൊട്ടുപിറകെ ഭടന്മാരും. അവർ സർവശക്തിയും സംഭരിച്ച് ഓടി. നദിയിലെത്തിയാൽ രക്ഷപ്പെട്ടുവെന്ന് ഹുയാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. വൈകാതെ അവർ നദിക്കരയിലെത്തി. മിങ്ങും ഹുയാനും നദിയിലിറങ്ങി നീന്തിത്തുടങ്ങി. മഴക്കാലമായതിനാൽ നദിയിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു. പുറകെ വന്ന രാജാവും പടയാളികളും ഒരു തോണിയിൽ അവരെ പിന്തുടർന്നു. തങ്ങൾ പിടിക്കപ്പെടുകയാണെന്ന് ഹുയാന് മനസ്സിലായി. അവളുടെ രൂപം പെട്ടെന്ന് മാറി. ഹുയാൻ വീണ്ടും ആമയായി. മിങ്ങിനെ പിടിക്കാൻ വന്ന തോണി അവൾ മറിച്ചിട്ടു. ശക്തമായ ഒഴുക്കിൽപ്പെട്ട് രാജാവും പടയാളികളും ഒലിച്ചുപോയി. മിങ് ഒരു കാട്ടുവള്ളിയിൽ പിടിച്ച് കരപറ്റി. അയാൾ ഉറക്കെ നിലവിളിച്ചു, ഹുയാൻ, ഹുയാൻ. മറുപടിയായി ഒരു ആമയുടെ തല വെള്ളത്തിൽ ഉയർന്നു വന്നു. ഹുയാൻ, നീ രൂപം മാറ്, നമുക്ക് വീട്ടിലേക്ക് തിരികെ പോകാം. മിങ് ഒച്ചയെടുത്ത് പറഞ്ഞു. എനിക്കിനി പഴയ രൂപം തിരികെ കിട്ടില്ല മിങ്, താങ്കൾ തിരിച്ചു പൊയ്ക്കോളൂ. ഇത് പറഞ്ഞ് ആമ വെള്ളത്തിലേക്ക് ഉളിയിട്ടു. മിങ് സ്വന്തം വിധിയെ ശപിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ഇന്നും ആമകൾ കരയിൽ കയറി നോക്കുന്നത് പഴയ മിങ് കരയിലുണ്ടോ എന്ന് നോക്കാനാണെന്നാണ് ചൈനക്കാരുടെ വിശ്വാസം. ഇത്രയുമാണ് കഥ. അപ്പോൾ നമ്മളൊരു ചൈനീസ് നാടോടി കഥയാണ് കേട്ടത്. എല്ലാ ദേശത്തും ഇങ്ങനെ ഇത്തരം നാടോടി കഥകളുണ്ട്. ആ കഥകൾക്ക് ആ നാടിൻ്റെ ചൂടും മണവും ജീവനും ശ്വാസവുമൊക്കെ ഉണ്ട് അല്ലേ? ഓരോ കഥകൾക്ക് അത്തരം അല്ലേ ആ നാടിൻ്റെ സ്പന്ദനം നമുക്ക് ആ കഥകളിലൂടെയൊക്കെ അറിയാൻ സാധിക്കും. ഒരു വായനക്കാരനാവുമ്പോൾ യഥാർത്ഥത്തിൽ അതാണ് ലഭിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള അറിവുകളും കഥകളും അല്ലേ, പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള അറിവും ചരിത്രവും ശാസ്ത്രവും എല്ലാം നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ പുസ്തകങ്ങളുടെ രൂപത്തിൽ, അക്ഷരങ്ങളുടെ രൂപത്തിൽ ഇങ്ങനെ നമ്മുടെ മുമ്പിലോട്ട് എത്തുകയാണ്. അറിവ് സമ്പാദിക്കുക അല്ലേ, അറിവിനെ ഒരു വായനക്കാരനെ അറിയുള്ളൂ, ഒരു വായിച്ച് ശീലമുള്ള ആൾക്കേ അറിയാവുള്ളൂ അതിൻ്റെ ഒരു ദാഹം എന്ന് പറയുന്നത് അല്ലേ. കുട്ടിക്കാലത്തെ പുസ്തകം വായിച്ച് ശീലിക്കുന്നവർക്ക് എപ്പോഴും അറിവിനോടുള്ളൊരു ദാഹം കാണും. പുതിയ പുസ്തകങ്ങൾ തേടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അതൊരു നാട്ടിൻപുറത്തെ ചെറിയൊരു വായനശാലയിൽ നിന്നൊക്കെ തുടങ്ങുന്നതായിരിക്കാം ആ ശീലം. പത്രങ്ങൾ വായിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ചെറിയ മാസികകൾ വായിച്ചോ ചിലപ്പോൾ മാവാരികൾ വായിച്ചോ ഒക്കെ തുടങ്ങുന്നതായിരിക്കാം. അത് പക്ഷേ വളർന്ന് പന്തലിച്ച് വലിയൊരു ആൽവർഷം കണക്കോ പടുവർഷം കണക്കോ ഒക്കെ ആകും. അത്രയ്ക്ക് വലിയൊരു ശേഖരം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആയുസ് അവസാനിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പുസ്തകശേഖരമാണ് ഉണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ കാണുന്നില്ലേ മഹാന്മാരൊക്കെ. EMS നമ്പൂതിരിപ്പാട് ഒരു നല്ല വായനക്കാരനാണ്, പുസ്തക വായനക്കാരനാണ്. നായനാർ, അങ്ങനെ വലിയ നേതാക്കന്മാരൊക്കെ ഇത്തരത്തിൽ പുസ്തകങ്ങളെ സ്നേഹിച്ചവരാണ്. അവരൊക്കെ ഈ ലോകം വിടുമ്പോൾ അവരുടെ ലൈബ്രറിയിൽ വലിയൊരു പുസ്തക ശേഖരം തന്നെ കാണും കൂടെ. അതൊക്കെ ചിലപ്പോൾ ലൈബ്രറികൾക്ക് സംഭാവന നൽകുകയൊക്കെ ചെയ്യുമായിരിക്കും. ഞാൻ പറയുമായിരുന്നു, അത് ഒരു വായന, നല്ലൊരു വായനക്കാരൻ എപ്പോഴും പുസ്തകങ്ങളെ തേടി നടക്കും. പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ കഥകളും വിജ്ഞാനങ്ങളും ചരിത്രവും ശാസ്ത്രവും അങ്ങനെ ഫിലോസഫിയും തത്വശാസ്ത്രവും ഈ പറഞ്ഞ കണക്ക് ആത്മീയതയും എല്ലാം ഇങ്ങനെ അന്വേഷിച്ചിങ്ങനെ നടക്കും. അക്ഷരങ്ങളെ അവർ പ്രണയിക്കും, അവർ താലോലിക്കും, കൂടെ കൊണ്ട് നടക്കും. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഒരു ആമയെക്കുറിച്ചുള്ളൊരു ചിന്തയാണ് അല്ലേ ഇന്നത്തെ ഉള്ളത്. ആമ ഇങ്ങനെ കരയിലോട്ട് വരുന്നു എന്ന് ചിന്തിച്ചിട്ട് അതിന് പിന്നിൽ ഒരു മനോഹരമായ ഒരു കഥ രൂപപ്പെടുകയാണ്. ചൈന എന്ന രാജ്യത്ത് ഏതോ ഒരു പ്രദേശത്തുണ്ടായ ഒരു കഥയായിരിക്കാം ഇത്.
എന്തൊരു ഭംഗിയാണ് അല്ലേ? അതിനകത്തൊരു പ്രേമവും ദുഃഖവും ഒക്കെ അവസാനം ഉണ്ടാകും. ഇതില്ലാത്ത വില്ലൻ രാജാവാണ്. അപ്പോൾ ഇവിടുത്തെ ഈ രാജാവ്, ആ രാജ്യത്തെ ഒരു പൗരനെയും ഭാര്യയും സംരക്ഷിക്കേണ്ട ചുമതലയുള്ള രാജാവ് അവർക്ക് ശത്രുവായി തീരുകയാണ്. അവരെ തടങ്കൽ ആക്കാൻ പോവുകയാണ്. ആ രാജാവിൽ നിന്നാണ് അവർ ഓടി അകലുന്നത്. പിന്നെ കഥയിൽ നിങ്ങൾ കേട്ടതാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഇപ്പോഴും പല രാജ്യങ്ങളിലും സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ ജീവിതം സുരക്ഷിതമാക്കേണ്ട, അല്ലെങ്കിൽ ജീവിതം കരപിടിപ്പിക്കേണ്ട സംരക്ഷകൻ, അല്ലെങ്കിൽ ഭരണകർത്താവ്, രാജാവ്, അവരെ സേവിക്കേണ്ട രാജാവ് പലപ്പോഴും ഇത്തരം ഘാതകരായി അല്ലെങ്കിൽ തടങ്കൽ പാളയങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തികളായി മാറുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോഴും അത് സംഭവിക്കുന്ന ചരിത്രത്തിൽ ഉടനീളം അങ്ങനെയുള്ള ഒട്ടേറെ സന്ദർഭങ്ങൾ നമുക്ക് കാണാം. അതുപോലെ ഏത് ഭരണരീതിയായാലും രാജ്യം ഭരിക്കുന്നവരുടെ ചുമതല പൗരന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ നൽകുകയും ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു ചുമതല അവരെ ഏൽപ്പിക്കപ്പെടുകയാണ്. പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാവുന്നത്, ആഭ്യന്തര യുദ്ധങ്ങളുണ്ടാവുന്നത്. അപ്പോൾ അത്തരം ചുമതലകൾ നിർവഹിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ പൗരന്മാരുടെ അവകാശങ്ങൾ ഇവർ അപഹരിക്കുമ്പോഴാണ് അനീതി ഉണ്ടാവുന്നത്, സ്വേച്ഛാധിപതികൾ ഉണ്ടാവുന്നത്, സർക്കാരുകൾ നിലംപതിക്കുന്നത്, ജനങ്ങൾ പ്രക്ഷോഭങ്ങളിലേക്ക് പോകുന്നത്. നമ്മൾ പല പല രാജ്യങ്ങളിലുമൊക്കെ ഇപ്പോഴും കാണുന്നുണ്ടല്ലേ. പല പല രാജ്യങ്ങളിലും, നമ്മുടെ അയൽ രാജ്യങ്ങളിലും അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലും എല്ലാം ഇത്തരം അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നും ലോകത്ത് ഭരണകൂട അനീതികൾ ഉണ്ടാകുന്നുണ്ട്, ഒരു പൗരൻ്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലൂടെയൊക്കെ ജനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കഥ. സർക്കാരിലോട്ട് ജനങ്ങൾ നോക്കുന്നത് നീതിക്ക് വേണ്ടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള നീതി ഈ കഥയിൽ രാജാവ് 2 വ്യക്തികൾക്ക് നിഷേധിക്കുകയാണ്. അധികം തീർപ്പിക്കുന്നില്ല. കഥയും വർത്തമാനവും കേട്ടിരുന്ന എല്ലാവർക്കും ഒരു നല്ല നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.